ഹായ് ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്താലോ. ഇത് ഗുഡ് വൈബ്സിൻ്റെ ആണ്. ഇതിന് ജസ്റ്റ് ഒരു 99 റുപ്പീസ് ഉള്ളൂ. ഞാൻ പർപ്പിളിൽ നിന്ന് ഇത് 79 ആണ് മേടിച്ചത്. അപ്പോൾ നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കൂടി വരുന്നതുകൊണ്ടിട്ട് എൻ്റെ സ്കിന്ന് കുറച്ചിങ്ങനെ ഡ്രൈ ആയി തുടങ്ങി. അപ്പം ഞാനൊന്ന് സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കാനും കുറച്ചൊന്ന് സോഫ്റ്റും ഗ്ലോയിങ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. നമ്മുടെ ഫേസൊക്കെ നല്ല ശരിക്കും ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പരിപാടി ഇത് പയ്യെ പയ്യെ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. ഇത് മുറിഞ്ഞു പോകരുത് ഈ ഷീറ്റ്. നമ്മൾ പയ്യെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലും ആണ് കേട്ടോ, നല്ല സിട്രസിൻ്റെ സ്മെല്ലാണ്. നമ്മുടെ ഫേസ് നല്ല ശരിക്കും ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സ്മൂത്തൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ. ഇനി നമ്മൾ നല്ല ശരിക്കും പ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഐനെയായിട്ടും ലിപ്പിനായിട്ടും കോണ്ടാക്റ്റ് പാടില്ല കേട്ടോ. അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഓരോ ഭാഗങ്ങളും വയ്ക്കണം. യെസ് ഗൈസ്, നമ്മളപ്പോൾ പയ്യെ പയ്യെ ഒട്ടിച്ചൊട്ടിച്ചൊരു വിധത്തിലാക്കിയിട്ടുണ്ട് ഫേസ്. കണ്ണിനോടും ലിപ്സിനോടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാണ്ട് ഞാനൊരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണെന്നൊക്കെ പറയുന്നു. ഞാനും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മാത്രം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. യെസ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫീൽ കേട്ടോ, കാരണം നല്ല ഇച്ചിരി തണുപ്പ് കിട്ടുന്നുണ്ട്. സ്കിന്ന് നല്ല എന്താ പറയുക ഹൈഡ്രേറ്റ് ആയ പോലെ എനിക്കൊരു തോന്നൽ. അങ്ങനെ ഞാൻ മാറ്റി നോക്കി. കൊള്ളാം, സംഭവം കൊള്ളാം. കാരണം നമ്മുടെ സ്കിന്നിൽ ശരിക്കും ഡ്രൈ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രൈനെസ് ഇല്ലാതെ സ്കിന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഫീലുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിൽ ബാക്കി പറ്റി പിടിച്ചിരിക്കുന്ന എസൻസും കൂടെ ബാക്കി നമ്മുടെ ഫേസിൽ നല്ല ശരിക്കും റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും പയ്യെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിന്നിന് നല്ല യൂത്ത്ഫുൾ എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് സംഭവം കിടുവാണ്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം പറ്റിയാൽ. കണ്ടില്ലേ, നമ്മുടെ സ്കിൻ ചെറുതായിട്ടൊന്ന് ഗ്ലോ ആയ പോലെയൊക്കെ എനിക്ക് തോന്നി. ഹൈഡ്രേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഹൈഡ്രേറ്റഡ് ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എഫക്റ്റ് കുറച്ചും കൂടെ സമയമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫേസിലെ.